Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് ആണ് നമ്മുടെ സോയ മസാല റോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും രാത്രി ഡിന്നറിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സോയ മസാല റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് ചേർത്താണ് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കണം, തക്കാളി കട്ട് ചെയ്തെടുക്കണം, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിപ്പോൾ സവോളയും തക്കാളിയും കട്ട് ചെയ്തും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. സവോള ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴറ്റിയെടുക്കാൻ എളുപ്പത്തിനും അതുപോലെ തന്നെ നമ്മുടെ മസാല നന്നായിട്ട് നമ്മുടെ സോയ ചങ്ക്സിലേക്ക് പിടിച്ചിരിക്കാനും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. തക്കാളി കുറച്ചുകൂടി വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലോ വെജിറ്റബിൾ ഓയിലോ ഇത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നേ ഉള്ളൂ. കുറച്ച് എണ്ണ വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവോളയും അതുപോലെയുള്ള ബാക്കിയുള്ള മസാലകളും വഴറ്റിയെടുക്കാൻ വേണമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. നമുക്കിതിലേക്കൊരു 2 ഏലക്ക, അതുപോലെ 4 ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി തുടങ്ങട്ടെ. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. സോയ ചങ്ക്സ് വേവിച്ചിട്ട് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചതെങ്കിലും നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കുറച്ച് കുറഞ്ഞു പോവും. അതനുസരിച്ച് നമ്മുടെ സവോളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പല്ല, ചെറിയ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് സോയ ചങ്ക്സിലേക്കുള്ള ഉപ്പ് നമുക്ക് ചേർക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകി പിഴിഞ്ഞൊക്കെ എടുക്കുമ്പോൾ സോയ ചങ്ക്സിൽ ഉപ്പ് പോയിട്ടുണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ഉപ്പ്. അപ്പോൾ സോയ ചങ്ക്സിൽ ചേർത്ത് ഉപ്പ് വെച്ച് നമ്മൾ കറിയിൽ ഉപ്പ് ചേർക്കരുത്, കുറച്ചുകൂടി കൂടുതലായിട്ട് ഉപ്പ് ചേർക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവിനായിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. പൊടികൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. കാശ്മീരി ചില്ലി പൗഡർ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു നല്ല ഭംഗിയുള്ള കളർ കിട്ടും. ഇല്ലെങ്കിൽ കറിക്ക് കളർ കുറവായിരിക്കും. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അധികം പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി ചേർത്താൽ മതി. പുളി കുറവുള്ള തക്കാളിയാണെങ്കിൽ ഒരെണ്ണം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വേഗം കുക്കായി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. തക്കാളി ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു കിട്ടണം. ആ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക.
തക്കാളിയിൽ നമ്മൾ ചേർത്ത വെള്ളം വറ്റി വരുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം വെള്ളം ചേർത്ത് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഞാൻ ഈ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. അതിനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് കുക്കായി വരാൻ ആവശ്യമായ കുക്കായതെന്ന് വെച്ചാൽ സോയ ചങ്ക്സ് ഓൾറെഡി കുക്കായതാണ്. ഇനി സോയ ചങ്ക്സിലേക്ക് ഈ ഗ്രേവി ഒന്ന് പിടിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ മസാലകളെല്ലാം സോയ ചങ്ക്സിലേക്ക് പിടിച്ചു വരണം. ആ രീതിയിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യവും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സോയ ചങ്ക്സും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സോയ ചങ്ക്സിലേക്ക് ഗ്രേവി നന്നായിട്ട് അബ്സോർബ് ആയിട്ട് നമ്മുടെ ഗ്രേവി മുഴുവൻ വറ്റി വരണം. ആ രീതിയിൽ ഇനി തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഗ്രേവി വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് വറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി ഇതായത് കണ്ടോ, നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ സോസാണ്. ഇത് ഓപ്ഷനിലാണ്. ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് തന്നെ ചേർത്തോളൂ. പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളം ചൂടോടുകൂടി സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യേണ്ട, ഇളം ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഈ ഒരു സോയ ചങ്ക്സ് റോസ്റ്റ്, സോയ ചങ്ക്സ് മസാല റോസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ സോയ ചങ്ക്സിൻ്റെ പീസുകളിലേക്കൊക്കെ മസാല പൊതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം, നമുക്ക് ഡിന്നറിനും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ആ സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കുന്ന സമയവും അതുപോലെ തന്നെ നമ്മുടെ സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയം, അത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് വേഗം തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.